നമസ്കാരം. 2026 വിഷു ഫലം. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക മുക്കാല്, രോഹിണി, മഹേരം, അര നക്ഷത്രക്കാരിൽപ്പെട്ട ഇടവം രാശിക്കാർക്ക് ഈ വിഷു വർഷം എന്ന് പറയുന്നത് അച്ചടക്കവും അടക്കും ചിട്ടയുമായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വളർച്ചയുടെ ഒരു വർഷം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 2-ൽ വ്യാഴം നിൽക്കുന്നത് തൊഴിൽ സ്ഥിരമായിട്ടൊരവസ്ഥ വന്നു ഭവിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാനും അതുപോലെ പ്രൊഫഷണൽ രംഗത്തുമൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. നല്ല പുരോഗതിയും അതുപോലെ തന്നെ പല തലത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബിസിനസ്സിൽ ധാരാളം ആദായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പരിചയസമ്പന്നരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വ്യവസായ രംഗത്തും ബിസിനസ് രംഗത്തും ഒക്കെ ധാരാളം ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. ധാരാളം വെല്ലുവിളികളൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ രംഗം സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾക്ക് ചില പ്രതിസന്ധികളെയൊക്കെ ഏറ്റെടുത്ത് അതിനെയൊക്കെ നിർവഹിച്ച് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മെന്റൽ സ്ട്രെസ് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഈ ഒരു വിഷുവർഷം മികച്ചതായിരിക്കും. റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളും കെട്ടിട രംഗത്ത് വീട് പണിത് വിൽക്കുകയൊക്കെ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ കൂടുതൽ പണം നിക്ഷേപിച്ച് ബിസിനസ് ഒന്ന് വിപുലീകരിപ്പിക്കാനൊക്കെ ആയിട്ട് ഈ വർഷം സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ധന നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പൊതുവെ കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും സന്തോഷവും സമാധാനവും ഒക്കെ കൈവരുന്നതാണ് ഈ ഒരു വർഷം. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കും, നന്നായിരിക്കും. ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെട്ടവരോ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ കൂടുതൽ സമയം നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് വ്യായാമം, യോഗ, എക്സസൈസ്, അതുപോലെ പ്രാർത്ഥനകൾ, ഇതുമൊക്കെ ജപമൊക്കെ സ്ഥിരമായി ചെയ്യുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും.